ഞാനിങ്ങനെ മെസ്സേജ് പറ്റുമോ നിങ്ങൾ ന്യൂ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ. ആക്ച്വലി പാർട്ണർ വർക്ക് വിസയ്ക്ക് നമുക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ആ ആപ്ലിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കേസ് വർക്കർ ഡിസിഷനാണ്, നിങ്ങൾ എന്തേ ചെയ്തേ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ അത് സബ്മിറ്റ് ചെയ്തു ഡൽഹിയിലേക്ക്. അത് സബ്മിറ്റ് ചെയ്യണേക്കാളും മുമ്പ് ഞാൻ മാതാവിൻ്റെ കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലം പൂശി കുരിശ് വരച്ചൊരു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ അയച്ചത്. കറക്റ്റ് 2-3 ദിവസങ്ങൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് വീണ്ടും 1 മാസമായിട്ടും കേസ് വർക്കർ വേറെ ഒരു റിപ്ലൈ ഇല്ല. അവർ നമ്മൾ തിരിച്ച് കോൺടാക്ട് ചെയ്യും, നമ്മൾ തിരിച്ച് അപ്ലൈ ചെയ്താലും അവർ കോൺടാക്ട് ചെയ്താലും അവർ ചോദിക്കണ ഒരു കാര്യമാണ്, കേസ് വർക്കറാണ് ഡിസിഷൻ എടുക്കണേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത്രയും നാൾ അവർ ഡിസിഷൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഓൾറെഡി 5 months ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ തന്നെ ആ ഒരു സമയത്താണ് ഓഗസ്റ്റ് 11 ഞാനിവിടെ ജോസഫ് അച്ഛനെ വന്ന് കാണണത്. അപ്പോൾ അച്ഛനോട് സംരംഭം അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ വിസ വേണ്ടേ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വെച്ചാൽ എത്രയും വേഗം കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ഓൾറെഡി തന്നെ 5 മാസം കഴിഞ്ഞു, എനിക്ക് ആകെ ഡിപ്രഷൻ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഒരു 75 എന്നുള്ള ഒരു ദിവസം കാണുന്നുണ്ട്, നമ്പർ കാണുന്നത് 75 എന്നുള്ളൊരു നമ്പർ കാണണേ, അത് നെഗറ്റീവ് അല്ല പോസിറ്റീവ് മെസ്സേജാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ അതുപോലെ പോയി തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഒരു 45 ദിവസത്തെ എൻ്റെ വൈദിക പൗരോഹിത്യ ശക്തിയാൽ എത്രയും വേഗം വിസ കിട്ടണമെന്ന്. ആ ഒരു വിശ്വാസം തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ മാസം വന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുക എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇത് തന്നെ അവസ്ഥ, 1 മാസമായിട്ട് വീണ്ടും റിപ്ലൈ ഇല്ല. അപ്പോൾ ഈ മാസത്തെ പത്രം മേടിക്കാനായിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും വന്ന് പ്രാർത്ഥിക്കേണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ജോസഫ് അച്ഛനെ അർപ്പിച്ച് വിശുദ്ധ കുർബാന ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചു, വിസ തടസ്സം മാറണേന്ന്. ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ടെന്ന് പറഞ്ഞു, ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ മെയിൽ ചെക്ക് ചെയ്യാം, അവരൊരു മെയിൽ അയച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിശുദ്ധ കുർബാന തീർന്നപ്പോൾ തന്നെ മെയിലൊന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ആ കേസ് വർക്കർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾ പുതിയ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് PCC അയക്കണം, അതല്ലെങ്കിൽ ഞാനൊരു ഫോം അയച്ചു തരാം, അതൊരു സോളിസിറ്ററെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് നോട്ടറി ചെയ്ത് അയക്കാൻ പറഞ്ഞിട്ട്. അവർക്ക് തന്നെ അവരതിനകത്ത് മനസ്സിലായി, കാരണം അവർ സൗദി എംബസിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പുതിയൊരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച ഒരാളല്ല അവിടെ വന്നേന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ പുതിയൊരു PCC തരില്ല എന്ന് അവർ തന്നെ മെയിൽ അയച്ചു.